നമ്മൾ ഈ പിടിക്കുന്ന കൊടിയുടെ ഇന്നലെയുടെ ചരിത്രം അറിയുമോ നിങ്ങൾക്ക്? ഈ രാജ്യത്ത് ഭരണഘടന ഉണ്ടാക്കാൻ വേണ്ടി നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ, പ്രൊവിഡൻസ് അസംബ്ലിയുടെ തെരഞ്ഞെടുപ്പിൽ ലോകം മുഴുവൻ ഉറ്റുനോക്കുമ്പോ ഈ മഹാരാഷ്ട്രയിൽ പ്രിയപ്പെട്ട ലോകം മുഴുവൻ ആദരിക്കുന്ന അംബേദ്കർ മത്സരിക്കുന്ന ഒരു ഘട്ടമുണ്ട്. ആ അംബേദ്കർ ജാതി സമവാക്യത്തിന്റെ പേരിൽ ഈ രാജ്യത്ത് നിന്നും തോറ്റുപോകുന്ന സാഹചര്യം ലോകം മുഴുവൻ കാണുകയാണ്. മനുഷ്യൻ പെറ്റുവീഴുന്ന സമൂഹത്തിന്റെയും സമുദായത്തിന്റെയും വർഗത്തിന്റെയും പേരിൽ മാറ്റി നിർത്തപ്പെടുന്ന രാഷ്ട്രീയം ഇന്ത്യയിൽ ഉണ്ടായിരുന്ന രാഷ്ട്രീയമാണ്. ഇന്നും തുടച്ചു മാറ്റാൻ കഴിയാത്ത ജാതി രാഷ്ട്രീയത്തിന്റെ ആദ്യത്തെ ഇരയാണ് നമ്മൾ. ഈ രാജ്യത്തെ പ്രധാനമായി എണ്ണപ്പെടുന്ന ഒരു നേതാവ് എന്ന നിലക്ക് അംബേദ്കറിനെ എണ്ണാൻ കഴിയില്ല. അംബേദ്കർ ലോകത്തെ അംഗീകരിക്കുന്ന നേതാവാണ്. ആ നേതാവിനെ മഹാരാഷ്ട്രയിൽ വെച്ച് കോൺഗ്രസിന് ജയിപ്പിക്കാൻ കഴിഞ്ഞില്ല. ആ ഉദ്യമം ഏറ്റെടുത്ത പാർട്ടിയുടെ പേരറിയോ നിങ്ങൾക്ക്? അത് ഈ മുസ്ലിം ലീഗ് തന്നെയാണ്. ആ ലീഗ് കൊണ്ടുപോയിട്ട് ആ തോറ്റുപോയ അംബേദ്കറിനെ പ്രൊവിഡൻസ് അസംബ്ലിയിലേക്ക് എത്തിക്കണമെന്ന തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ബംഗാളിലേക്ക് കൊണ്ടുപോവുകയാണ്. ബംഗാളിൽ അവിടുത്തെ ദളിതരുടെ പ്രതിനിധിയായി, മുസ്ലിം ലീഗിന്റെ പ്രതിനിധിയായി സഭയിലേക്ക് അംബേദ്കറിനെ അയച്ച പാർട്ടിയുടെ പേരാണ് ഈ മുസ്ലിം ലീഗ് എന്ന്.